புது வெள்ளை மழை இங்கு பொழிகின்றது. யாரு? எனக்கு தெரிஞ்சதே பாருதானே. അയ്യോ അമ്മാവാ. എന്നാലും നീ വിചാരിച്ചു കളഞ്ഞല്ലോ ഞാൻ പാറുവാന്ന്. நான் சும்மா சொன்னேன் பாருன்னு. எனக்கு தெரியாதா, பாரு சின்ன குழந்தை தானே, அவளுக்கு இப்படி கண்ணை மூடலாம் முடியாது. அது மட்டுமா, உங்க கை தொட்டாலே எனக்கு தெரியும்ல இது அம்மாவோட கைன்னு. നീ പോ, നീ അമ്പലത്തിൽ പോകാൻ വിളിച്ചിട്ട് വന്നില്ലല്ലോ. என்னம்மா இது, நம்ம 2 பேருமா சேர்ந்து கோவில்ல போனா இங்கത്തെ வேலையெல்லாம் നടക്കാതില്ല. அதனால தானே நான் வராம இருந்தேன். ആ എന്തായാലും വരാഞ്ഞത് നന്നായി. അതുകൊണ്ടേ എനിക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. നീ ഇവിടെ വരുമായിരുന്നെങ്കിലോ അവിടെ നിൽക്കുമ്പോഴും അടുക്കളക്കാരും പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. പിന്നെ തന്നെയല്ല, ഇന്ന് വേറൊരു വിശേഷം കൂടെ ഉണ്ട്. വിശേഷമാ? என்ன വിശേഷം? അതൊക്കെ ഉണ്ട്. சொல்லுங்கம்மா. ഇന്നെന്റെ ജന്മദിനമാണ്. இன்னைக்கா? உங்க பிறந்த நாளா? അതെ. என்னம்மா சொல்லவே இல்ல. ഓ, ഞാനതൊന്നും വലിയ കാര്യമാക്കിയിട്ടില്ലെന്നേ. அம்மா அப்படின்னா இன்னைக்கு கொண்டாட வேண்டிய நாள். ஹாப்பி பர்த்டே அம்மா. ஐயோ അതൊന്നും കുഴപ്പമില്ല. அம்மா ஜாலியா இன்னைக்கு கொண்டாடலாம். டேய் கேசு, பாரு, லெச்சு, சீக்கிரம் வா. എന്തിനാ അവരെയൊക്കെ വിളിക്കുന്നേ? അതിനൊന്നും ആവശ്യമില്ല. தேவை இருக்குமா, நம்ம இன்னைக்கு ஜாலியா கொண்டாடுவோம். டேய் கேசு, பாரு, லெச்சு. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഇനിയിപ്പൊ പിള്ളേർ ഇങ്ങോട്ട് വരുമ്പം എന്റെ പിറന്നാളാന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ അത് ആഘോഷമായി, ബഹളമായി, പിന്നെ സദ്യയായി, കേക്ക് മുറിയായി. പിന്നെ എനിക്കിതിനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലെന്നേ. പിന്നെ നിർബന്ധമാണെങ്കിൽ നടക്കട്ടെ, പിള്ളേരുടെ ആഗ്രഹമല്ലയോ. அம்மா பிறந்த நாளெல்லாம் ஜாலியா கொண்டாடணும். அதனால இன்னைக்கு சூப்பரா செலிப்ரேட் பண்ணலாம். டேய் கேசு, லெச்சு, பாரு, சீக்கிரம் வா. എന്താ இன்னைக்கு ஒரு பெரிய சர்ப்ரைஸ் இருக்கு. സർപ്രൈസാ? എന്തോന്ന്? ஒருத்தர் நம்மள்ட்ட ஒரு விஷயம் மறைச்சிட்டாங்க. എന്ത് വിഷയം? சொல்லட்டா? പറ. இன்னைக்கு அம்மாவோட பிறந்த நாள். ഇതായിരുന്നു ഇത്ര വലിയ സർപ്രൈസ്? ഇത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ രാവിലെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ, അല്ലേടാ? അത് വിട്. ഇന്ന് ഞങ്ങള് വേറെ ത്രില്ലിലാ. ഇന്ന് ചേച്ചിയുടെ 2 ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴേ വെറും നിസാരക്കാരല്ല, സെലിബ്രിറ്റീസ് ആണ്. സെലിബ്രിറ്റീസ് ചേച്ചി, അവര് വരുമ്പോഴേ അവരുടെ ഫുഡിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? രാവിലത്തെ കാര്യം വിട്ടേക്ക്, ഉച്ചക്ക് തന്നെ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്തല്ലോ. പിന്നെ അല്ലാണ്ട് അവർക്ക് ഇവരുടെ സ്പെഷ്യൽ കൊടുത്ത് തെറിപ്പിക്കണ്ട. സെലിബ്രിറ്റീസ്നാ യാര്? അതൊക്കെ ഇപ്പോഴേ അറിയണോ ആന്റി? വരുമ്പോ അങ്ങ് കണ്ടാ പോരെ. പുതു. അതെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. വന്നേ. ഓക്കേ, കമാൻ. அம்மா இன்னைக்கு நம்ம பாயசம் வைக்கலாம். ആ ഹലോ നേന, എവിടെ എത്തി? ആണോ? ഓക്കെ. അല്ല, അപ്പൊ അരുൺ എങ്ങനെ വരും? ഓ, 2 പേരും കൂടെ ഒരുമിച്ചാണോ വരുന്നേ? ആഹാ. ആ പിന്നെ ഇന്ന് ഡബിങ്ങോ ഷൂട്ടിങ്ങോ ഒന്നുമില്ലല്ലോ. ആ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരു അടിച്ച് പൊളിച്ചിട്ട് പോവാം. ശരി, ഓക്കെ, പെട്ടെന്ന് പോയോ. ശരി. എന്ത് പറഞ്ഞു? അവരിറങ്ങി 9:30 ആകുമ്പോ എത്തും. അടിപൊളി. ഇത്രയും തിരക്കിന്റെ ഇടയിൽ അവര് വരുന്നുണ്ടല്ലോ. എങ്ങനെ വരാതിരിക്കാൻ പറ്റും? അത്രയ്ക്ക് കട്ട കമ്പനിയല്ലേ ഞങ്ങള്. லெச்சு, அவங்க எதுக்கு இன்னைக்கு வராங்க? നയന നേരത്തെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാ. അപ്പൊ അതറിഞ്ഞപ്പോ അരുണും വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഒരു കാര്യം ചെയ്യ്, 2 പേരും കൂടെ ഒരുമിച്ച് പോരെ. അപ്പൊ നമ്മളൊന്ന് കലക്കും. പിന്നെ അല്ല, ഞാൻ ഇന്ന് പടവലത്ത് പോണോന്ന് വിചാരിച്ചതാ. അവിടെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വീട്ടിലും കയറി 2 ദിവസം നിന്നിട്ടൊക്കെ വന്നാ മതിയെന്ന് വിചാരിച്ചു. അതിനി ആയാലും പോവല്ലോ. ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ട്
നാളെ രാവിലെ ഇങ്ങ് വന്നാ മതി. ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. ഇന്ന് ഇവിടുന്ന് പോകുന്ന തന്നെയാ നല്ലത്. വരുന്ന സെലിബ്രിറ്റിയോട് ജാടയൊന്നും കാണണ്ടല്ലോ. പിന്നെ ഒന്ന് പോയാ മുമ്മേ, അവരങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല. നമുക്ക് കാണാം മോളെ. പിന്നെ അവര് വരുമ്പോ ഈ മുറി കൊടുക്കാവല്ലോ. ഇതിനകത്തിലാവുമ്പോ AC ഉണ്ടല്ലോ. കഥകൂടെ അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരുടെയും ശല്യം ഉണ്ടാവത്തില്ല. ഭക്ഷണം കഴിക്കാൻ സമയമാവുമ്പോ ഇങ്ങോട്ട് വിളിച്ചിറക്കിയാ മതിയല്ലോ. ഷവർമ, ഷവായി, ഐസ്ക്രീം ഇതൊക്കെ ആയിരിക്കുമല്ലോ മേടിച്ചു കൊടുക്കുന്നേ. സെലിബ്രിറ്റികൾ ഇതൊക്കെയല്ലേ കഴിക്കത്തുള്ളൂ. ഈ അമ്മൂമ്മ ഇത് ഏത് കാലഘട്ടത്തിൽ ജീവിക്കണേ? സാധാരണ വീട്ടിൽ ആരുടെങ്കിലും പിറന്നാൾ വന്നാലേ ഇറച്ചി, മീനെ, മുട്ട ഇതൊന്നും വീട്ടിൽ കയറ്റാറില്ല. എന്നാലേ ആ പതിവ് ശീലം ഇന്നത്തോടെ ഞാൻ മാറ്റിത്തരാം. ഓ, പറഞ്ഞു വരുമ്പം നമുക്കൊന്നും പറയാനുള്ള അവകാശമില്ലല്ലോ. ഇത് നമ്മുടെ വീടല്ലല്ലോ. ആ കേട്ടോ കനകം, കഴിഞ്ഞ ദിവസേ ഞാൻ പാഴൂര് രമയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തരമ്മ? ഓ, പാഴൂര് രമയെ നിനക്ക് അറിയത്തില്ല? ആ രമയെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞേ 2 ദിവസം കഴിയുമ്പോ എന്റെ പിറന്നാളാണെന്ന്. രമ പറയുവാന്നേ, പണ്ട് പടവലത്ത് വെച്ച് ചേച്ചിയുടെ പിറന്നാൾ എന്ത് ഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ടുള്ളതെന്ന്. സദ്യവട്ടങ്ങളും പായസവും കളിയും ചിരിയും എന്തൊരു ആഘോഷമായിരുന്നെന്ന്. പക്ഷെ എനിക്ക് അതിനകത്തൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മയിലില്ലല്ലോ. ആഹാ, അന്നേ കുഞ്ഞു തീരെ പൊടിയായിരുന്നു, ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. ഇച്ചിരിയേ ഉണ്ടായിരുന്നപ്പോഴേ ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. എന്തോന്ന്? ബാസ്യങ്ങളും ശങ്കരപ്പൂപ്പനും കൂടെ വെള്ളം അടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് അമ്മൂമ്മയുടെ ബർത്ത്ഡേക്ക്. ആ ബർത്ത്ഡേയുടെ കാര്യമൊക്കെ വിട്. എടാ, അവര് ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ടാവും. ഒരു കാര്യത്തിന് ഒരു കുറവും വരുത്തരുത്. ഒരിക്കലും വരത്തില്ല. ഇന്ന് നമ്മൾ ആടി പൊളിക്കല്ലേ? സെറ്റില്ലേ? സെറ്റ്. ഞാനേ വരാവേ. ഓക്കെ. ആ ചേച്ചി, പിന്നെ ആ. മറ്റേ നമ്മൾ അവിടെ പറഞ്ഞില്ലേ, എവിടെ? മറ്റേ അവിടെ സെറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യം. അമ്മ അവരൊക്കെ വരുമല്ലേ, നന്നായിട്ട് ചാടി ചാടി നിക്കേ. നീ തന്നെ അങ്ങ് ചാടി ചാടി നിന്നാ മതി. അവിടെ മാറി. ഓ, ചേച്ചി അത് കാണാനില്ലല്ലോ. നേരത്തെ വിളിച്ചപ്പോ അവിടെ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ വിളിച്ചിട്ട് കോള് കണക്ട് ആണല്ലോ. റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ആയിരിക്കും. എന്തുവാ മോന്ത കടന്നല് കുത്തിയ പോലെ ഇരിക്കുന്നേ? അമ്മൂമ്മ, ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, വീട്ടില് ഗസ്റ്റ് വരുമ്പോഴത്തേക്കും മുഖം ഇങ്ങനെ കടന്നല് കുത്തിയ പോലെ ഇരിക്കരുതെന്ന്. ആ ഇനിയിപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാത്തതിന്റെ പേരിലാണ് മുഖം വീർപ്പിച്ചിങ്ങനെ ഇരിക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേ ഞാൻ വല്ല പൊതിച്ചോറോ അല്ലെങ്കിൽ വല്ല മിഠായിയോ ഐസ്ക്രീമോ മേടിച്ചു തരാം. പോരെ? ചിരിക്ക്. സുഖല്ലേ? നാളെ കണ്ടിട്ട്. അരുണേ, സുഖല്ലേ? ഓ, നീ ഒന്നും പറയണ്ട. നീ ഇവളെ മാത്രല്ലേ വിളിച്ചോളൂ, എന്നെ വിളിച്ചില്ലല്ലോ. ഓ, ഇനിയിപ്പൊ അതിന്റെ പേരും പറഞ്ഞ വഴക്കൊന്നും വേണ്ട. എന്തായാലും രണ്ടുപേരും എത്തിയല്ലോ, സന്തോഷം. ചേച്ചി ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തേച്ചി. പിന്നെ ഇല്ലാണ്ട്, അത് പാറു, എന്റെ ഏറ്റവും ഇളയ അനിയത്തിയ. ഹായ് പാറു. ഹലോ. ഇതാണ് എന്റെ അനിയൻ കേശു. ഹായ് കേശു. അത് കനക ആന്റി. ഹായ് ഹായ്. ഹായ്. ഇതാണ് ഞങ്ങളുടെ അമ്മുമ്മ ചോണർത്തല ഭവാനി. അമ്മൂമ്മ. അയ്യോ.
നിങ്ങള് മഹാലക്ഷ്മി സീരിയലല്ലേ? ആഹാ, അപ്പൊ അമ്മൂമ്മ ഞങ്ങളുടെ സീരിയലൊക്കെ കാണാറുണ്ടല്ലേ? അങ്ങനെയില്ല, വല്ലപ്പോഴും കാണാൻ കണ്ടാലായി. അങ്ങനൊന്നും അല്ല കേട്ടാ. മഹാലക്ഷ്മിയെ കണ്ണനെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാ. കനയാൻ്റെ ഫോൺ എടുത്ത് കുത്തിയിരുന്ന് അങ്ങ് കാണുക. ചില സമയത്ത് കണ്ണ മഹാലക്ഷ്മി എന്ന് വിളിച്ച് കരയും. ആണോ അമ്മൂമ്മ? അങ്ങനെയൊന്നും അല്ല. അത് ഞാൻ സാക്ഷാൽ കണ്ണാ ഗുരുവായൂരപ്പ മഹാലക്ഷ്മി ദേവി എന്ന് വിളിച്ച് കരയുന്നതാ. കള്ളോ, പച്ച കള്ളോ. നിങ്ങളെ സീരിയലിൽ കാണുന്നേക്കാട്ടിലും ഭംഗി നിങ്ങളെ നേരിട്ട് കാണാനാ. ആഹാ, പാറു ആൾക്കാരെ കയ്യിലെടുത്തു തുടങ്ങി. അതെന്താ ലച്ചു നീ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ നേരിട്ട് കാണാൻ ഭംഗിയില്ലേ? ഇല്ലേ? ഉണ്ട്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല, പാറു പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാ. എന്നാ പിന്നെ ചേച്ചിയുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. പാറൊന്ന് കരഞ്ഞോണ്ട് ഓടും. അല്ല ശേ, ഇവരെങ്ങനെ വന്ന കാലത്ത് നിർത്തി അങ്ങനെ ചേട്ടാ പാട്ടാ നമുക്ക് കാത്തോട്ടിരിക്കാം. വാ അതോട്ടിരിക്കാം. എന്നാ പിന്നെ നമുക്ക് കനകാന്റിയുടെ സ്പെഷ്യൽ കോഫി അങ്ങ് കുടിക്കാം. ശരി. என்னோட காஃபி பத்தியெல்லாம் உங்களுக்கு தெரியுமா? പിന്നെ കനകാന്റിയുടെ കോഫിയെ പറ്റി ആർക്കാ അറിയാത്തെ? ഫേമസ് അല്ലേ? ஐயோ அப்படியா? தேங்க்ஸ். അല്ല ലച്ചു, നീ അല്ലേ പറഞ്ഞ അമ്മൂമ്മ ഭയങ്കര വൈബാണെന്നൊക്കെ? പിന്നെന്താ അമ്മൂമ്മ ഇങ്ങനെ സാഡ് ആയിട്ട് നിൽക്കുന്നേ? ഇന്ന് അമ്മൂമ്മക്ക് ഇച്ചിരി സാഡ് ഉള്ള ദിവസമാ അല്ല അമ്മൂമ്മ? അതെന്തുറ്റി? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ലിച്ചു, നീ അമ്മൂമ്മ അമ്മൂമ്മ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രായമുള്ള ആളാന്ന്. ഇത് ഭയങ്കര ചെറുപ്പാണല്ലോ. സത്യം പറഞ്ഞ നിന്റെ ചേച്ചിയാന്നേ പറയൂ. അമ്മൂമ്മ അത്ര സന്തോഷിക്കൊന്നും വേണ്ട, അതിനെ കൈ നിട്ട് പറഞ്ഞതാ. അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അതെ ഇങ്ങോട്ട് എന്താ എങ്ങനെയാ പാട്ടാ കാത്തോട്ടിരിക്കാം. നടക്ക്. ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹവും വിനയവും ഒന്നും കണ്ടേ വിലയിരുത്തണ്ട, കുറച്ച് കഴിയട്ടെ. അയ്യോ ചേട്ടാ കുഴപ്പമില്ല, ഷൂട്ടുണ്ട് കയറിയോ? ഷൂട്ടോണോ വീടിന്റെ അകത്ത് കയറുന്നേ? അതെ ശരിയാ. പെരുമാറ്റമൊന്നും കുഴപ്പമില്ല, എന്നാലും വല്ല സെലിബ്രിറ്റികളെയൊക്കെ കണ്ടപ്പോഴത്തേന് അമ്മൂമ്മ അങ്ങ് മറന്നുപോയി. அம்மா என்னம்மா இங்க வந்து நிக்கிறீங்க? அங்க பாருங்க எவ்வளோ ஜோக்கெல்லாம் சொல்றாங்க. வாங்கம்மா. എനിക്കങ്ങ് വയ്യ, നീ അങ്ങ് പോയാ മതി ഇവരുടെ ജാടയൊക്കെ കാണാനായിട്ട്. அம்மா ஜாடியெல்லாம் இல்ல, ரொம்ப அருமையா பேசுறாங்க. வாங்க. ഞാൻ വരുന്നില്ല, നീ അങ്ങ് പോയാ മതി. என்னம்மா இது நம்ம கெஸ்ட் தானே? ഓ, ഗസ്റ്റ് ആണോ? പിന്നെ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞിട്ട്? സെലിബ്രിറ്റി தான். എനിക്ക് വയ്യ അവരുടെ ജാടയൊന്നും കാണാൻ. എന്താണിത്? നിങ്ങളുടെ അടുക്കളയിൽ നിൽക്കണ? അങ്ങോട്ട് വാ. അങ്ങ് പോയാ മതി, ഞാൻ വരുന്നില്ല. டே நீ போடா, நாங்க ஒரு காஃபி எல்லாம் போட்டுட்டு அங்க கொண்டு தரேன். എന്തുവാ? കോഫിയും കൊണ്ട് തന്നെത്താൻ അങ്ങ് പോയാ മതി, ഞാനങ്ങും വരുന്നില്ല. അമ്മൂമ്മ വാ, അമ്മൂമ്മ അങ്ങോട്ട്. നല്ല ഇന്റീരിയർ അല്ലേ? ഇതാണ് നമ്മുടെ അടുക്കള. ഈ വീട്ടിലെ വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം എടുക്കുന്നത് അടുക്കളയിൽ നിന്നാ. ഓ, ഇത് നല്ല അടിപൊളി അടുക്കളയാണല്ലോ. ഏതിതാ? ചേച്ചി ശരിക്കുള്ള അടുക്കള ഒന്നും കണ്ടിട്ടില്ല അല്ലേ? പാറുവേ, അതെ കനകാന്റിയും അമ്മൂമ്മയൊക്കെ നല്ല കുക്കാന്ന് ലച്ചു എപ്പോഴും പറയാറുണ്ട്. ஐயோ ரொம்ப நன்றி. ഓ, ഞങ്ങളൊക്കെ ചട്ടിക്കറി കേസാണേ. അതെന്താ അമ്മൂമ്മ ചട്ടിക്കറിക്ക് ഒരു കുറച്ചല്? എന്റെ വീട്ടിൽ ഇപ്പോഴും മിക്ക കറികളും വയ്ക്കുന്നത് മൺചട്ടിയിലാ. அப்படியா? கண்ணன் உங்க வீடு எங்க இருக்கு? കണ്ണന്റെ വീട് കമലേശ്വരത്താ. அது எங்க இருக்கு? കമലേശ്വരം എന്ന് പറഞ്ഞാലേ വീട്ടുപേരാ. ആന്റി, ഈ കണ്ണൻ എന്ന് പറയുന്നത് സീരിയലിലെ ക്യാരക്ടർ നെയിമാണ്. ശരിക്കുള്ള പേര് അരുൺ. அது எனக்கு தெரியும் லட்சு. அருண் உங்க வீடு எங்க? എന്റെ വീട് തൃശ്ശൂരാണ്, പക്ഷെ ഞാനിപ്പോ എറണാകുളത്ത് സെറ്റിൽഡാ. வீட்ல யாரெல்லாம் இருக்காங்க? വീട്ടിലെ വൈഫ്, 2 മക്കള്, വൈഫിന്റെ അമ്മ. வைஃப் எல்லாம் இருக்காங்களா? വൈഫ് എല്ലാം ഇല്ല, ഒരേ ഒരു വൈഫ്, 2 കുട്ടികള്. அதேதான் நானும் சொன்னேன். ஆனா உங்களை பார்த்தா வைஃப் குழந்தையெல்லாம் இருக்கிற மாதிரியே தெரியல. கல்யாணம் ஆகாத சின்ன பையனாட்ட தெரியுது. കേട്ടാ, ചിന്ന പയ്യൻ. ഇയാള് കാണുന്ന പോലെ നല്ല പ്രായമുണ്ട്. നയനാ ഇല്ലേ? ഇല്ല. ஐயோ மகாலட்சுமி. ஐயோ மகாலட்சுமி இல்ல நயனா. நயனா உங்க வீடுங்க? ചെല്ല് പറ, തീരുമ്പോ വിളിക്കണേ. എന്താ ഇങ്ങനെ? എന്റെ ശരിക്കും വീട് വൈക്കം. ഞാനിപ്പോ താമസിക്കുന്നത് എറണാകുളം. ഞാന് ജോലി ചെയ്യുന്നത് കോഴിക്കോട്, ഷൂട്ട് നടക്കുന്നത് ട്രിവാൻഡ്രം. எப்படி?
ஒரு வாட்டி கூட சொல்றீங்களா? എൻ്റെ ശരിക്കും വീട് വൈക്കം. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് എറണാകുളം. ഞാൻ ജോലി ചെയ്യുന്നത് കോഴിക്കോട്. ഷൂട്ട് നടക്കുന്നത് ട്രിവാൻഡ്രം. அப்படின்னா இந்த இடத்துல எல்லாம் நீங்க எப்படி இருப்பீங்க? എല്ലായിടത്തും ഇരിക്കേ ഞാൻ. എപ്പടിന്ന് തെരിയല്ലേ. அப்படின்னா நீங்க கும்பிடி மாதிரியா? കുമ്പിടി മാതിരി ഇല്ല, കുമ്പിടി ഏതാ? ആ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാനങ്ങോട്ട്. இல்ல கேசு அடிக்கடி சொல்லுவான் இப்படி இருக்கிறவங்க எல்லாம் கும்பிடின்னு. இல்ல கேசு? നേരാ, നിങ്ങള് കഴിച്ചിട്ടല്ലേ പോകത്തുള്ളൂ? അതെന്താ വെച്ചാ അങ്ങനെ ഒരു ചോദ്യം? വിളിച്ചു വരുത്തിട്ട് കഴിച്ചിട്ടേ പോകുന്നുള്ളൂന്നോ? ഞങ്ങൾ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഞാൻ എന്തായാലും കഴിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നല്ല സൂപ്പർ ഫുഡ് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ വല്ലതും വേണമെങ്കിൽ ഇപ്പൊ പറയാം. അതെന്തിനാ കേശു ഈ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നേ? ഞങ്ങൾ ഈ പുറത്തുനിന്ന് കഴിച്ച് മടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്തായാലും വീട്ടിലുണ്ടാക്കുന്ന നല്ല അസല് ഭക്ഷണം മതി, അല്ലേ? അതെ. എന്നാ പിന്നെ പറഞ്ഞു, എന്താ വേണ്ടേ? പറഞ്ഞോ. നമുക്ക് നല്ല സദ്യ ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി സദ്യ കഴിച്ചിട്ട് കുറേ നാളായി. എന്താ പറയുന്നത്? ஓ செய்யலாமே. நாங்க சூப்பரான சத்யா சமைச்சு கொடுக்குறோம். நீங்க அங்க போய் ரெஸ்ட் எடுங்க. അതൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ കുക്ക് ചെയ്യാം. എനിക്ക് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതൊക്കെ എല്ലാ സിനിമാ താരങ്ങളും ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നതാ. ആഹാ, എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു അടിപൊളി സദ്യ ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെയാ, തുടങ്ങാല്ലേ? ആ, ഒന്നാം മല കയറി പോവണ്ടേ, രണ്ടാം മല കയറി പോവണ്ടേ, ഉപ്പും മുളകും നെയ്യും കായും ചോറും വെണ്ടത്തോരൻ കാളൻ നോലൻ സദ്യയൊരുക്കാൻ വാ. തുമ്പില തേച്ചു മിനുക്കിയൊരുക്കിയിട്ട് അമ്മ പെണ്ണിൻ സദ്യയൊരുക്കിയിട്ട് അമ്മൂമ്മ കിളി പാടി നടന്നൊരു പാട്ടും കൂടെ പാടാം കിളിയേ വാ. ഉപ്പും മുളകും നെയ്യും കായും പച്ചൽ മുളകും തേങ്ങാപ്പൂവും. അമ്മൂമ്മ അമ്മമ്മ അമ്മൂമ്മേ. വാ. അമ്മൂമ്മയല്ലേ പറഞ്ഞത് ഇന്റർവ്യൂവിൽ ഇരുന്ന് വെറുതെ തള്ളു മാത്രമേ ഉള്ളൂ, അല്ലാതെ കുക്കിംഗ് ഒന്നും അറിയില്ലെന്ന്. അതേ ഇരിക്കുന്നു വിഭവ സമൃദ്ധമായ സദ്യ. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാ? ആ, ഞങ്ങൾ ഉണ്ടാക്കിയതാ. അമ്മൂമ്മ ഇരിക്കേ. വാ, ഇരിക്ക്, 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 ഇരിക്ക്. അല്ല, നിങ്ങളാരും കഴിക്കുന്നില്ലയോ? അമ്മൂമ്മയല്ലേ പറഞ്ഞേ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലെന്ന്. അതുകൊണ്ട് ഇവരുണ്ടാക്കിയ ഫുഡ് അമ്മൂമ്മ കഴിച്ച് ഇഷ്ടപ്പെട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഇവര് കഴിക്കുള്ളൂ. വാശിയില്ല. അയ്യോ, അത് വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ആദ്യം അമ്മൂമ്മ കഴിക്കും. വെല്ലുവിളിക്കുമ്പോഴേ ആലോചിക്കണായിരുന്നു. അമ്മൂമ്മ കഴിയമ്മൂമ്മ അങ്ങോട്ട്. ഐ ആ തുടങ്ങിക്കോ ഓരോന്നോരോന്നായിട്ട്. അതെ. തുമ്പില തേച്ചു മിനുക്കിയൊരുക്കിയിട്ട് അമ്മ പെണ്ണിൻ സദ്യയൊരുക്കിയിട്ട് അമ്മൂമ്മ കിളി പാടി നടന്നൊരു പാട്ടും കൂടെ പാടാം കിളിയേ വാ. ആ, അത് തന്നെ. ഓ എൻ്റെ രമേ, ആ പിള്ളേരുടെ സ്നേഹം ഒന്ന് കാണണം. സെലിബ്രേറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയായിരിക്കുമെന്ന്. ഒരു ജാടയല്ലെന്നേ. ഓ, ആ മഹാലക്ഷ്മി സീരിയലിലെ മഹാലക്ഷ്മിയും കണ്ണനും. കണ്ണൻ്റെ പേര് അരുണെന്ന്,
മഹാലക്ഷ്മിയുടെ പേര് നയന. എനിക്ക് സദ്യയൊക്കെ വിളമ്പി തന്നേ. നമ്മുടെ വീട്ടിലുള്ളവരെ പോലെ തന്നെയാ പെരുമാറുന്നേ. രമേ, ദേ അവരെന്നെ അന്വേഷിച്ചാന്ന് തോന്നി ഇങ്ങോട്ട് വരുന്നുണ്ടേ. ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ഓ ശരി ശരി. അമ്മൂമ്മ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? ഞാനേ എൻ്റെ പടവലത്തുള്ള ഒരു കൂട്ടുകാരിയെ വിളിക്കുമായിരുന്നു. നിങ്ങൾ വന്ന വിശേഷമൊക്കെ പറയുമായിരുന്നു. എന്തായാലും ഈ സ്ഥലമൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. അയ്യോ, ഇതിനെക്കാട്ടി നല്ല സ്ഥലമാ പടവലത്ത്. ഇഷ്ടം പോലെ പറമ്പുണ്ട്. പിന്നെ തൊട്ടടുത്ത് ആറാ, പിന്നെ തോടുണ്ട്, വയലുണ്ട്. ഒരു ദിവസം രണ്ടുപേരോട് അങ്ങോട്ട് വാ. എന്നിട്ടേ നമുക്ക് 2 ദിവസം അവിടെ നിന്നിട്ട് പോരുന്നാ മതി. അതൊക്കെ ഞങ്ങൾ എന്തായാലും വരും. ഇപ്പോ തൽക്കാലം എന്താ അമ്മൂമ്മ ഇവിടെ ഇരിക്കൂ. നമുക്ക് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അവരൊക്കെ എവിടെ മക്കളെ? എല്ലാവരും അകത്തുണ്ട്. എന്തായാലും നിങ്ങൾ വന്നതുകൊണ്ട് നിങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കി നല്ലൊരു സദ്യ കഴിക്കാൻ പറ്റിയില്ലയോ? ഞങ്ങൾ ഇങ്ങോട്ട് വന്ന പോലെ ഒരു ദിവസം ലച്ചു അമ്മൂമ്മയും കൂടി അങ്ങോട്ട് വാ. അയ്യോ, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ? നിങ്ങളൊക്കെ വലിയ തിരക്കുള്ള ആൾക്കാരല്ലേ. എന്ത് ബുദ്ധിമുട്ടാ അമ്മൂമ്മേ. അടുത്ത ഷെഡ്യൂൾ കഴിയുമ്പോൾ എന്റെ വീട്ടിലേക്കോ നയനയുടെ വീട്ടിലേക്കോ അമ്മൂമ്മ വരാം. നമുക്ക് 3 പേർക്കും കൂടെ അവിടെ കൂടാം. അങ്ങനെ ഒരു സാഹചര്യം ദൈവം ഉണ്ടാക്കി തരട്ടെ. ശരി, എന്നാ പിന്നെ നമുക്ക് അകത്തോട്ട് പോയാലോ? അയ്യോ, ഇപ്പൊ പോകാൻ പറ്റില്ല. അകത്തുനിന്ന് വിളി വരും. വിളി വരുമെന്നോ? വിളി ഈ രമ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു അമ്മമ്മേ? രമയോ? അയ്യോ, രമയുടെ കാര്യം പറയാതിരിക്കാ ഭേദം. രമ എന്നോട് നിങ്ങളുടെ കാര്യമൊക്കെ ചോദിക്കുമായിരുന്നു. ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞു. അതാണ് ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞത്. പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴത്തേനും നിങ്ങളിങ്ങി വന്നില്ലയോ? ഇനി ബാക്കി വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അമ്മമ്മക്ക് സദ്യയൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ എന്തൊരു നല്ല സദ്യയായിരുന്നു. സാമ്പാറൊക്കെ അടിപൊളിയാണോ? സാമ്പാർ ആരാ ഉണ്ടാക്കി? അരിചേട്ടൻ ഉണ്ടാക്കിയതാ. ആണോ? മോനാണോ ഉണ്ടാക്കിയത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞാൻ നല്ലൊരു കുക്കാണെന്ന്. ഓ, അടിപൊളിയായിരുന്നു. നല്ല സ്വാദായിരുന്നു. ക്യാരറ്റ് തോരനോ? ക്യാരറ്റ് തോരൻ കൊള്ളായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതാ. പക്ഷെ ക്യാരറ്റ് അരിഞ്ഞേ ഞാനാ. അങ്ങനെ ഉണ്ടാക്കിയ ആള് ഞാനാ. അരിയലിന് ഇതിൽ ബന്ധമില്ല. നല്ലതുപോലെ അരിഞ്ഞാലേ നല്ലതുപോലെ കുക്ക് ചെയ്യാൻ പറ്റൂ. പറഞ്ഞു കൊടുക്കാം അമ്മമ്മേ. ടിപ്പു സുൽത്താൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ടിപ്പു സുൽത്താനോ? ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചായ കുടിച്ചിട്ടുണ്ട്. ചായയോ? അങ്ങനെ കുടിച്ചിട്ടുണ്ടോന്നൊന്നും അറിയത്തില്ല, എന്നാലും വന്നിട്ടുണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday dear Ammuma. Happy birthday to you. Happy birthday Ammuma. താങ്ക് യു മോനെ. ഹാപ്പി ബർത്ത്ഡേ അമ്മൂമ്മ. സന്തോഷം. அம்மா, இது நம்ம லெச்சு, கேசு, பாரு പിന്നെ എന്നോടും ചിന്ന സർപ്രൈസ്. അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയാ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നത്. അമ്മൂമ്മ എന്താ വിചാരിച്ചേ? അമ്മൂമ്മയുടെ ബർത്ത്ഡേ ഞങ്ങൾ എല്ലാരും മറന്നുപോയിന്നാ? ഒരിക്കലും ഇല്ല. എന്തായാലും നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അയ്യേ, ദേ ചോനർതല ഭവാനിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ്. അങ്ങനെയൊക്കെ കറിയാവോ? മതി 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 മതി, കണ്ണ് നിറച്ചൊക്കെ മതി. ഇനി നമുക്ക് കേക്ക് കട്ടിയാം നല്ല സന്തോഷമായിട്ട്. ശരിയായി. അപ്പൊ എങ്ങനെ